എൻ നെഞ്ചിൽ കുടിയിരിക്കും എൻ നൻപ എൻ നൻപീസ്. സോ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആരെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. വേറൊന്നുമല്ല, നമ്മുടെ തലപ്പത്തി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പുള്ളി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ കോൺട്രവേഴ്സീസ് അധികം ഡിസ്കസ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് തന്നെ അഗൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടേതായ സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത്, വാട്ട് യു തിങ്ക്, വീഡിയോ ഫുള്ള് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പറഞ്ഞു വരുന്നത് ഇത്രയാണ്, വാട്ട് ഹാപ്പൻഡ്, ഇത് എന്താണ് ഇപ്പോൾ 2026 തലപ്പതി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന. ഇതിനു മുമ്പ് ആ ഒരു സ്റ്റാമ്പേഡ് നടന്ന സമയത്ത് ഉള്ള ഇഷ്യൂസ് നമുക്ക് മാറ്റി വെച്ചിട്ട് അതിൽ ഒരുപാട് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആ ലെവലിലുള്ളത് കൊണ്ട് നമ്മൾ അതിലോട്ട് കടക്കുന്നില്ല. ബട്ട് then again 2026 തുടങ്ങിയ സമയത്ത് തന്നെ പുള്ളിക്ക് ഇത്രയും വലിയൊരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല. ആൻഡ് ഹി ഹാസ് എ ലോട്ട് ഇൻ ഹിസ് പ്ലേറ്റ് നൗ, ഓൺ ഹിസ് പ്ലേറ്റ്. അത് നമ്മൾ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഷോ അവർ സപ്പോർട്ട് ബൈ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോംസിലാണെങ്കിലും എവിടെയാണെങ്കിലും അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഷോ ദീസ് കൈൻഡ് ഓഫ് സപ്പോർട്ട്. ഞാൻ പേഴ്സണലി എനിക്ക് ഓപ്പൺലി പറയുന്നതിന് മടിയൊന്നുമില്ല. ഐ ആം എ സപ്പോർട്ടർ ഓഫ് ഹിം. കാരണം പുള്ളിയുടെ പൊളിറ്റിക്കൽ വ്യൂസ് ആണെങ്കിലും പുള്ളി എന്തെങ്കിലും നാടിന് വേണ്ടി ചെയ്യും എന്നുള്ള പ്രതീക്ഷ എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് 100% സപ്പോർട്ട് ദാറ്റ്. അതിൽ എനിക്ക് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ പുതിയതായിട്ടുള്ള ആൾക്കാർ വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇറ്റ് വിൽ സെറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. പുതിയ ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഈ സ്റ്റോക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഒന്നേ അവരല്ലെങ്കിൽ ഇവരെന്നുള്ള രീതിയിൽ പോകുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഉള്ളവരുണ്ട്. പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരട്ടെ, പുതിയ ആൾക്കാർ വഴി തെളിയിച്ച് വരട്ടെ. എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഇങ്ങനെ ആരെങ്കിലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം മാറി ചിന്തിക്കുമോ എന്നുള്ളൊരു ചിന്താഗതിയെല്ലാം ആൾക്കാർ ഒരുപാട് പേര് ഇതിനെ ഭയക്കുന്നവരുമുണ്ട്. ആൻഡ് ദേ നോ ഇത്രയും അധികം പുള്ളി ഒപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളി എങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പുള്ളി ഇറക്കി താഴെ വിടാൻ പറ്റത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാര്യം വെച്ചാൽ പുള്ളി ചെയ്യും, ആൾക്കാർക്ക് നല്ലത് ചെയ്യും എന്നുള്ളത്. ഈ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർ എത്ര അധികം സ്ട്രോങ് ആയിട്ടാണ് ഒപ്പോസ് ചെയ്യുന്നത് എന്നുള്ളത് അതിന് വലിയൊരു എക്സാമ്പിളാണ്. ജനനായകൻ്റെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ കറൻ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. തലപതിയുടെ ജനനായകൻ ആക്ച്വലി റിലീസ് ചെയ്യേണ്ടിരുന്നത് January 9 അതിന് ടിക്കറ്റ് എടുത്തിരുന്ന ഒരാളാണ് ഞാനും എൻ്റെ ബ്രദറും പിന്നെ നമ്മുടെ 2 ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ റിവ്യൂ പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് ഈഗർലി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് തലേ ദിവസം 2 days ബിഫോർ നമുക്കിത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് ഇത് അവർ ഒരു ഇമെയിൽ വന്നു. എന്നിട്ട് അതിനുശേഷം വിത്തിൻ 10 days നമ്മുടെ കാശ് തിരിച്ച് ക്രെഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് വരികയാണ് ഉണ്ടായത്. സോ വാട്ട് ഹാപ്പൻഡ് വാസ്, ഇപ്പോൾ സെൻസർ ബോർഡിന് ഈ പൊളിറ്റിക്സ് ചില പരാമർശങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സോ അങ്ങനെയുള്ള സീൻസ് കുറച്ച് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് അവർ ഇത് December 18 കൊടുത്തിരുന്നതാണ്. ആ ടൈമിൽ തന്നെ സെൻസർ ബോർഡിന് കൊടുത്തിട്ട് ഇന്ന ഡേറ്റിൽ നമ്മൾ റിലീസ് ഉദ്ദേശിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന അവർ ഇതിനെ മാക്സിമം ഡിലേ ചെയ്യിച്ചു. എന്നിട്ട് ഇതിൽ വന്നുകൊണ്ടിരുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 1-2 സീൻസ് എന്തോ ഉണ്ട്, അത് റിമൂവ് ചെയ്യണം. ടെക്നിക്കൽ ടീം അവരെ എഡിറ്റേഴ്സ് അത് റിമൂവ് ചെയ്തു. എന്നിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഈ സെൻസർ ബോർഡിലുള്ളത് തന്നെ ഒരു അംഗം അതിന് മെമ്പർ ഓഫ് ദാറ്റ് ബോഡി അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ ഇഷ്യൂ റൈസ് ചെയ്തു. ആൻഡ് എല്ലാവരും ഒരേ രീതിയിൽ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ദർ വാസ് വൺ ഓപ്പോസിഷൻ എന്നുള്ളത് കൊണ്ട് അതിന് ഡിലേ വന്നു. അതിനുശേഷം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മദ്രാസ് ഹൈക്കോർട്ടിൽ പോകുന്നു. സോ ഹൈക്കോർട്ട് അഡ്വൈസ്ഡ് ദ CBFC, അതായത് ഈ സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യണം എന്ന് അവർ അഡ്വൈസ് ചെയ്തു. പക്ഷേ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും CBFC വരുന്നു. എന്നിട്ട് റിലീസ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഈവൻ ടിൽ നൗ ദർ ഇസ് നോ ക്ലിയർ അപ്ഡേറ്റ് ഓൺ വാട്ട്സ് ഗോയിങ് ഓൺ. എപ്പോഴാണ് എന്ന് ഉള്ള സംഭവം ഇന്ന് വരെയും അതിനൊരു ക്ലിയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ നമുക്കിപ്പോൾ വരെയും ലഭിച്ചിട്ടില്ല. എനിക്ക് പേഴ്സണലി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബിസിനസ് ഇൻവോൾവ് ആയിരിക്കും. മണി ആൻഡ് ഓൾ. വിജയ് സാറിൻ്റെ മൂവി ആയതുകൊണ്ട്, തലപതിയുടെ മൂവി ആയതുകൊണ്ട് ഇത് എന്നാണെങ്കിലും കയറിപ്പോവും. അതിപ്പോൾ മലമറിക്കുന്ന കാര്യമൊന്നുമല്ല. എപ്പോഴാണെങ്കിലും പ്രൊഡ്യൂസറിന് പുടക്കിയ കാശും ലാഭവും കാര്യങ്ങളെല്ലാം തിരിച്ചു വരും. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളുടെ മൂവി തടഞ്ഞു വെച്ച് ഇത്രയും അധികം അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് അത് ഇവർക്ക് ബാക്ക് ഫയർ. ആരാണോ ഇത് തടയാൻ ശ്രമിക്കുന്നത്, ഏത് പാർട്ടിയാണെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവർ പറയുന്നതിന് ആക്ച്വലി ഇറ്റ് ബാക്ക് ഫയർസ്. ഇവർക്കിത് ബാക്ക് ഫയർ ചെയ്യാണ് ചെയ്യുന്നതെന്നുള്ളത് അവരറിയുന്നില്ല. കാരണം സാധാരണക്കാരായിട്ടുള്ള നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. കാരണം ആ മനുഷ്യൻ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ, ആർക്കെതിരെയും അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടോ കാര്യങ്ങളൊന്നും പറയാതെ പുള്ളി അഴിമതിക്കും പിന്നെ
എന്താണ് സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യർക്ക് ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ പറ്റി പുള്ളി പറയാറുണ്ട്. സോ അതല്ലാതെ ആർക്കും പേഴ്സണലായിട്ട് പുള്ളി ഇറങ്ങി നിന്ന് ആരെയും ഇങ്ങനെ വ്യക്തിഹത്യ നടത്തിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും പുള്ളി ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും പുള്ളിക്ക് സാധാരണ അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യന് പോലും ഈ ലെവലിൽ ടോർച്ചർ ചെയ്യുകയാണ് പുള്ളിയെ. ലൈക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരാൾക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ ഞാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിചാരിക്കും, എൻ്റെ ദൈവമേ, പുതിയ ഒരാൾ ഒരു ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണോ ഇനി നമുക്ക് കിട്ടുന്നത്. സെയിം കേസ് ഇഫ് ടുമോറോ ഐ ആം ദ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ എലക്ഷൻ, അല്ലെങ്കിൽ ഞാനാണ് അവിടെ ചെന്ന് ഇതുപോലെ ഒരു കാര്യത്തിൽ ഇരിക്കാമെന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്കും പേഴ്സണലായിട്ട് നമുക്കും തോന്നില്ല, എടേ ഇതെന്തോ ഇത് നമുക്ക് എന്തെങ്കിലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഐഡിയ ആയിട്ട്, അപ്പോൾ ഇവർക്ക് മാത്രം ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇവർക്ക് മാത്രം എന്തോ ഒരു കുത്തക ഇതുപോലെയാണ്. എന്നുവെച്ചാൽ അവർ തന്നെ നമ്മൾ മതി ഇവിടെ, നമ്മളുടെ പരമ്പരയും നമ്മളുടെ ആൾക്കാരും നമ്മുടെ മോനും മരുമോനും മച്ചാനും എല്ലാം മതി ഇവിടെ, പുതിയ ആൾക്കാരൊന്നും വരണ്ട, നമ്മളെല്ലാം ഇപ്പം ഞാൻ എന്തായിട്ടിരിക്കുന്നു ഒരു മിഡിൽ ക്ലാസ് ആളായിട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഇരുന്നാൽ മതി, ഒരു സിനിമാ നടനായിട്ടിരിക്കുന്ന ആളൊരു സിനിമാ നടനായിട്ട് തന്നെ ഇരുന്നാൽ മതി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ലൈക്ക് അതൊരു ഏകാധിപത്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അത് അങ്ങനെ വഴങ്ങുന്നില്ല, ഇല്ല അതിന് ഓപ്പോസിറ്റായിട്ട് പോയി കുറച്ച് ജനപിന്തുണയുള്ള ആൾക്കാരെ ഇതുപോലെ ഇട്ട് വട്ടം കറക്കുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ പൊതുജനം അത്ര കഴുതിയൊന്നും അല്ല. ഇതൊക്കെ മുമ്പ് നടക്കുമായിരുന്നായിരിക്കും. എന്ന് വെച്ചാൽ ഈ ന്യൂസും ഈ കാര്യങ്ങളും എല്ലാം വരുന്ന സമയത്ത്, ഇതിന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ആൾക്കാർക്ക് ലൈക്ക് ഈ അന്ധമായിട്ട് ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിരുന്ന നമ്മുടെ നാട്ടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റോ ശരിയോ ഒന്നും മനസ്സിലാക്കാതെ അന്ധമായിട്ട് ചില പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനമോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയോ തെറ്റാണ്, സമൂഹത്തിന് നല്ലത് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അത് ഫോളോ ചെയ്തു, എൻ്റെ കുടുംബക്കാർ മൊത്തം ഇതാണ്, അതുകൊണ്ട് ഞാൻ കണ്ണു അടച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിരുന്നാലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. അപ്പോൾ അതേ കാര്യങ്ങളാണ് നമുക്ക് ലൈക്ക് ഇതിനകത്തും എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈക്ക് അവരെന്ത് ചെയ്തിരുന്നാലും പ്രശ്നമൊന്നുമില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പുതിയ വഴി വെട്ടി നമുക്ക് പുതിയ കാര്യങ്ങളോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലോ ആരെങ്കിലും വന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും, അവർക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് അറിയുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പം ഇത്രയധികം ദ്രോഹിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്. അത് സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യന് ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് വാട്ട് ഐ പേഴ്സണലി തിങ്ക് ഈസ് ലൈക്ക് ഇറ്റ്സ് വെയ് ടു മച്ച്. കാരണം ഇത് ആൾക്കാരിൽ നിന്നും ലൈക്ക് പൊതുജനത്തിനും ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പോലും ആ സൈഡിലോട്ട് പോകും. കാരണം ഇപ്പം ഇഫ് ഐ എം നോട്ട് ലൈക്ക് എനിക്ക് അവിടെ പോയി തലപ്പതിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്, സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, ബിക്കോസ് പുതിയൊരു വഴി തെളിയിച്ച് വരുന്ന ഒരാൾക്ക് ഓക്കെ നമുക്ക് അതൊരു ഹെൽത്തി ഇതായിട്ട് എടുക്കാം. ഒരു നാട് നന്നാക്കാനായിട്ട് എന്നേക്കാൾ നന്നായിട്ട് നീ ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്ന് ചിന്തിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അവനും വരട്ടെ, ഒപ്പോസിഷൻ ഉള്ളതിൽ എന്താ പ്രശ്നം? ദാറ്റ് ഇസ് വാട്ട് ഐ എം ആസ്കിങ്. അങ്ങനെ ഒരാൾ വരുന്നതിൽ എന്താണ് തെറ്റ്? സോ അയാളെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊന്ന് നമുക്ക് ഈ കാണുന്നതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ എല്ലാവരും ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് വൈ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാനും, പിന്നെ റീസെൻ്റ്ലി നടന്ന ഇഷ്യൂസ് സ്റ്റാമ്പേഡിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാം. അത് പുള്ളിയുടെ തലയിൽ മാത്രം വെക്കുകയും ഇത് ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്, ലൈക്ക് ഒരു ലോക്കൽ ബോഡിക്ക് അതിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഗവൺമെൻറ്റിനും സ്റ്റേറ്റിനും ആണെങ്കിലും പോലീസിനാണെങ്കിലും ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെയാണ് പല ആൾക്കാർ സംസാരിക്കുമെന്ന് കരയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ആ നാടകമൊക്കെ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്, അന്ന് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം, നമ്മുടെ വിഷയം സിനിമയാണ്. സോ എനിക്കിത്രയാണ് പറയാനുള്ളത്. ലൈക്ക് പുള്ളിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഇടയ്ക്ക് നമുക്ക് പൊതുജനം നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം ആക്ച്വലി ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലാണ് നിൽക്കുന്നത്. ലൈക്ക് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, വേണമെന്ന അളവുക്ക് പണം പാത്രിക, പുള്ളിക്ക് എന്ത് കാശ്, 200-250 കോടി വാങ്ങുന്ന മനുഷ്യൻ ഇനി എവിടെ രാഷ്ട്രീയത്തിൽ വന്നിട്ട് വേണം ഇനി പൈസ സമ്പാദിക്കാൻ? കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് പുള്ളി ഒരു വില്ലനായിട്ട് വരാൻ പോകുന്നത്. ഇനി ലൈക്ക് ഇനി എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങി കുറച്ച് അഴിമതി കാണിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ ഒരാൾ അവനവൻ്റെ കഴിവ് കൊണ്ട് വളർന്നു വന്ന് അവനവൻ്റെ കഴിവ് കൊണ്ട് കാശ് സമ്പാദിച്ചിട്ട് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ വരുന്നത്. സോ ഇങ്ങനെയുള്ളവർക്ക് പുള്ളി എന്തായിരുന്നാലും ഒരു ശത്രുവാകും. സോ നമ്മൾ വിഷയത്തൊന്നും ഒരുപാട് മാറിപ്പോയെന്നറിയില്ല. ബട്ട് then again ലൈക്ക് എനിക്ക് പേഴ്സണലി ഈ ഒരു ഇഷ്യൂവിൽ പറയാനുണ്ടായിരുന്ന കാര്യം ഇതാണ്. ബട്ട് ഐ എം ടെല്ലിങ് യു, മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ആർ സപ്പോർട്ടിങ് ഹിം. നമ്മൾ ആ സപ്പോർട്ട് എല്ലാ കാലവും കാണിക്കും. പേഴ്സണലി ഇപ്പോൾ എനിക്ക് പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളി അവിടെ ചെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. എനിക്ക് അവിടെ ഒരു വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പുള്ളിക്ക് കൊടുത്തേനെ. അതിൽ ഒരു സംശയമില്ലാത്തൊരു കാര്യമാണത്. സോ എനിവേയ്സ് അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇപ്പോൾ ഈ ജനനായകൻ്റെ റിലീസ് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലൊരു ന്യൂസ് വന്നിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ലൈക്ക് പുള്ളിയുടെ ഡൽഹിയിൽ
ഈ സ്റ്റാമ്പേഡ് റിലേറ്റഡ് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൽ പുള്ളി അവിടെ ചിലപ്പം ഇപ്പം പ്രതിയാക്കി അവർ കേസ് ചാർജ് ചെയ്തിരിക്കുകയും കാര്യങ്ങളൊക്കെയാണ്. സോ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നതിന് ശേഷം ആയിരിക്കും ഇനി മൂവിയെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടാവുന്നത്. സോ എനിവേയ്സ് നമുക്കിപ്പോൾ അത്രയാണ് പറയാനുള്ളത്. ഉടനെ തന്നെ ഈ മൂവിക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്നെ പോലെ തന്നെ മില്യൺസ് ഓഫ് ഫാൻസ് ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ ലെറ്റ്സ് ഹോപ്പ് നമുക്ക് അധികം വൈകാതെ തന്നെ ഇതുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നിങ്ങളുടെ കമൻസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്യുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലും കാര്യത്തിലും എല്ലാം നമുക്ക് വന്ന് പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻ എ ഹെൽത്തി വേ. നമ്മൾ ആരും ഒഫൻഡ് ചെയ്യുന്നില്ല, ആർക്കെതിരെയായിട്ട് നമ്മൾ സംസാരിക്കുന്ന, പക്ഷേ നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ വ്യക്തമായിട്ട് ചില സമയത്ത് നമ്മൾ സംസാരിക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യവും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ. എല്ലാവരും അടിച്ച് കയറി സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് വീഡിയോസ് മേക്ക് ചെയ്യാനും ഇറ്റ് വുഡ് ബി എ മോട്ടിവേഷൻ ഫോർ മീ ആസ് വെൽ. നമുക്കും ആ ഒരു മോട്ടിവേഷനും പവറും എല്ലാം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കമൻസും ലൈക്സും ഒക്കെ കാണുമ്പോഴാണ് നമുക്കും കിട്ടുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ ഡൂയിങ് ദാറ്റ്. ഓക്കെ, I'll see you guys next time. Bye. അപ്പോൾ നെഞ്ചിൽ കുടിയേറിക്കും മറക്കണ്ട.